ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ ക്ലിയർ അല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ വീഡിയോ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് വീണ്ടും ആ വീഡിയോ ഒന്നുകൂടി കണ്ടു നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നോട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാര്യം കറക്റ്റായിട്ട് മനസ്സിലാവും. സോ ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സപ്പോസ് ഒരു ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസിൽ ചേഞ്ച് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡിനായാലും മാഗ്നറ്റിക് ഫീൽഡിനായാലും ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ കുറച്ച് അതിൻ്റെ പ്രോപ്പർട്ടീസിൽ ചേഞ്ച് വരും. ആ ചേഞ്ചിൽ കൊണ്ട് കുറച്ച് കണ്ടീഷൻസ് മീറ്റ് ചെയ്യും ആ ബൗണ്ടറിയിൽ. ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ബൗണ്ടറിയിലുള്ള രണ്ട് മെറ്റീരിയലിലുള്ള ഇലക്ട്രിക് ഫീൽഡിലുണ്ടാകുന്ന കുറച്ച് റിലേഷൻസ് ഉണ്ട്. ആ റിലേഷൻസാണ് നമ്മളിവിടെ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. സോ ഇത് പലപ്പോഴും യൂസ്ഫുള്ളായിട്ട് വരുന്നതെന്ന് വെച്ചാൽ, ഒരു മീഡിയത്തിലത്തെ ഇലക്ട്രിക് ഫീൽഡ് നമുക്കറിയാമെങ്കിൽ മറ്റൊരു മീഡിയത്തിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് എന്താണ്, അതുമായിട്ടുള്ള ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ സ്ട്രെങ്ത് എന്താണ്, ഇതൊക്കെ നമുക്ക് ബൗണ്ടറി കണ്ടീഷൻസ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇവിടെ കാണിച്ചിരിക്കുന്നത് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള മീഡിയം, അതിൻ്റെ ഇടയിലുള്ള ഇൻ്റർഫേസ്, അതിൻ്റെ ഒരു ബൗണ്ടറിയാണ് ഈ ലൈനായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഡൈലക്ട്രിക് വൺ എന്ന് പറയുന്ന മെറ്റീരിയൽ അടിയിലും ഡൈലക്ട്രിക് 2 എന്ന് പറയുന്ന മെറ്റീരിയൽ മുകളിലുമായിട്ട് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രോപ്പർട്ടീസ്, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫൈൻ ചെയ്യാൻ നമ്മൾ പെർമിറ്റിവിറ്റി എന്ന് പറയുന്ന ടേമാണ് ഉപയോഗിക്കുക. അപ്പോൾ ഡൈലക്ട്രിക് 1ൻ്റെ പെർമിറ്റിവിറ്റി ε1 ആണ്, ഡൈലക്ട്രിക് 2ൻ്റെ പെർമിറ്റിവിറ്റി ε2 ആണ്. സോ ഇലക്ട്രിക് ഫീൽഡ് ഡൈലക്ട്രിക് 1ൽ ഇലക്ട്രിക് ഫീൽഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിന് ചേഞ്ച് ഉണ്ടാവും, ഡയറക്ഷന് ചേഞ്ച് ഉണ്ടാവും. അങ്ങനെയുള്ള ഡയറക്ഷനിൽ ചേഞ്ച് ഉണ്ടാവുന്നതാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡിനാണെങ്കിൽ നമുക്ക് ആ ഇലക്ട്രിക് ഫീൽഡിനെ തന്നെ രണ്ട് കമ്പോണൻറ്റുകളായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ E1 എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡിന് രണ്ട് കമ്പോണൻ്റ് ഉണ്ട്. അതിലൊരു കമ്പോണൻ്റാണ് E1T. T സ്റ്റാൻഡ്സ് ഫോർ ടാൻജൻഷ്യൽ കമ്പോണൻറ്റ്, N സ്റ്റാൻഡ്സ് ഫോർ നോർമൽ കമ്പോണൻറ്റ്, E1N. സോ E1 എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് രണ്ട് കമ്പോണൻ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒരെണ്ണം എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് E1T ആൻഡ് അനദർ വൺ E1N. അത് നോർമൽ കമ്പോണൻ്റ് ആണ്. നോർമൽ മീൻസ് it is normal to the boundary and E1T is tangential to the boundary. സോ അങ്ങനെ നമുക്ക് E1നെ സ്പ്ലിറ്റ് ചെയ്യാം. അതേപോലെ തന്നെ E2നെയും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. E2T and E2N. E2N is the normal component and E2T is the tangential component. ഇപ്പോൾ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് E1N ഒരു സൈഡിലാണ് കാണിച്ചിരിക്കുന്നത്, ഒരു സിംഗിൾ ഏരിയ ആയിട്ടാണ്. പക്ഷേ E1 എന്ന് പറയുന്നത് ഈ ഡൈലക്ട്രിക് 1ലുള്ള ഇലക്ട്രിക് ഫീൽഡ് 1ൻ്റെ നോർമൽ കമ്പോണൻ്റ്. അത് അവിടെ മാത്രമല്ല, ഈ ലൈനിന് എല്ലാ ഭാഗത്തും നോർമലായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. E1T ഈ ലൈനിന് അല്ലെങ്കിൽ ബൗണ്ടറിക്ക് ടാൻജൻഷ്യലായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ E2T എന്താണ്, നമ്മുടെ ബൗണ്ടറിക്ക് ടാൻജൻഷ്യലായിട്ട് ആക്ട് ചെയ്യുകയാണ്. പക്ഷേ E2T എന്ന് പറയുന്നത് ഡൈലക്ട്രിക് 2ലാണ്, E1T എന്ന് പറയുന്നത് ഡൈലക്ട്രിക് 1ലാണ്. അതേപോലെ E1 എന്ന് പറയുന്നത് ഡൈലക്ട്രിക് 1ലാണ്, E2 എന്ന് പറയുന്നത് ഡൈലക്ട്രിക് 2ലാണ്. ഡൈലക്ട്രിക് 2ൽ ബൗണ്ടറിക്ക് നോർമലായിട്ടുള്ള കമ്പോണൻ്റാണ് E2N. അതേപോലെ ഡൈലക്ട്രിക് 1ൽ ബൗണ്ടറിക്ക് നോർമൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണൻ്റാണ് E1N. ഇനി ഈ ബൗണ്ടറി കണ്ടീഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ മെയിനായിട്ട് രണ്ട് ഇക്വേഷൻസാണ് യൂസ് ചെയ്യുക. ഒന്ന് നമ്മുടെ ഗോസ് ലോ തന്നെയാണ്, മറ്റേത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിർച്ചോഫ് വോൾട്ടേജ് ലോ എന്ന് തന്നെ പറയാം. കാരണം ഒരു കിർച്ചോഫ് വോൾട്ടേജ് ലോ ഒരു ക്ലോസ്ഡ് പാത്തിൽ ടോട്ടൽ വോൾട്ടേജ് 0 ആയിരിക്കും. ആ സെയിം കണ്ടീഷനാണ് യൂസ് ചെയ്യുക. ഒന്ന് ഗോസ് ലോയും ഒന്ന് കിർച്ചോഫ് വോൾട്ടേജ് ലോയും. സോ ഫസ്റ്റ് നമ്മൾ കിർച്ചോഫ് വോൾട്ടേജ് ലോ എന്ന് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക്സിൽ പറയില്ല, പക്ഷേ കിർച്ചോഫ് വോൾട്ടേജ് ലോ തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒരു ഇക്വേഷനായിട്ട്. ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ബൗണ്ടറിയിൽ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ലൂപ്പ് അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു പാത നമുക്ക് കൺസിഡർ ചെയ്യണം.
സോ അങ്ങനെയുള്ള ഒരു ക്ലോസ്ഡ് പാത്താണ് ഈ കാണിച്ചിരിക്കുന്നത് ABCD എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് പാത്ത്. ഈ ക്ലോസ്ഡ് പാത്തിലാണ് നമ്മൾ കിർച്ചോഫ് വോൾട്ടേജിലൊന്നും പറയില്ലെങ്കിലും കിർച്ചോഫ് വോൾട്ടേജിക്ക് സിമിലർ ആയിട്ടുള്ള ഒരു ലോ തന്നെയാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലോസ്ഡ് പാത്ത് കൺസിഡർ ചെയ്ത് അവിടെയാണ് നമ്മൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ആ ക്ലോസ്ഡ് പാത്തിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ ΔW, ആ ക്ലോസ്ഡ് പാത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ΔH ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പോൾ ഇവിടെ ഈ ഫിഗറിൽ E1 എന്ന് പറയുന്നത് E2 എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് കാണിച്ചിട്ടില്ല, പക്ഷെ അതിൻ്റെ നോർമലും ടാൻജൻഷ്യൽ കമ്പോണൻസും കാണിച്ചിട്ടുണ്ട്. അത് നമുക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ട്, വരച്ച് കഴിഞ്ഞാൽ ആകെ കൊള്ളാവുന്നതുകൊണ്ടാണ് അതൊക്കെ നമ്മൾ മാറ്റിയത്. സോ ഈ ക്ലോസ്ഡ് പാത്ത് ABCDയിൽ ഈ ക്ലോസ്ഡ് പാത്ത് ടോട്ടൽ വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു 0. സെയിം കാര്യം തന്നെയാണ് ഈ ഇക്വേഷനായിട്ട് ഇൻ്റഗ്രൽ ഓവർ ദ ക്ലോസ്ഡ് E.dl ഈക്വൽ ടു 0. നമുക്കറിയാം, നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് പൊട്ടൻഷ്യൽ വോൾട്ടേജ് V ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഇൻ്റഗ്രൽ ഓഫ് E.dl എന്നാണ്. ഇനി ക്ലോസ്ഡ് പാത്ത് ആയതുകൊണ്ടാണ് ഇവിടെ ക്ലോസ്ഡ് ഇൻ്റഗ്രലാണ്. E.dl ഈസ് ഈക്വൽ ടു ആ ക്ലോസ്ഡ് പാത്തിൻ്റെ വോൾട്ടേജ് ആയിരിക്കും. ക്ലോസ്ഡ് പാത്തിലുള്ള ടോട്ടൽ വോൾട്ടേജ് എന്താണ്? 0 ആണ്. അതുതന്നെയാണ് കിർച്ചോഫ് വോൾട്ടേജ് ലോയിലും പറയുന്നത്. സോ ഇൻ എനി ക്ലോസ്ഡ് പാത്ത് ഇൻ്റഗ്രൽ E.dl ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. സോ ഈ ഇൻ്റഗ്രലിൽ നമ്മളിവിടെ ABCD ഇക്വേഷൻ നമ്മൾ ABCD എന്ന് പറയുന്ന ലൂപ്പിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. സോ ഒരു ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ക്വാണ്ടിറ്റികളെ സം ചെയ്യുന്നതിന് ഈക്വലാണ്. സോ ഈ E.dl ഈ ABCD എന്ന് പറയുന്ന ക്ലോസ്ഡ് പാത്തിൽ ഓരോ സെഗ്മെൻറ്റിലും നമ്മൾ അപ്ലൈ ചെയ്യും. അത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ നമുക്കൊരു കണ്ടീഷൻ നമുക്ക് കിട്ടും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ABCD എന്ന് പറയുന്ന സെഗ്മെൻറ്റ് നമുക്ക് 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. AB എന്ന് പറയുന്ന സെഗ്മെൻറ്റ് BC ആൻഡ് CD ആൻഡ് DA. ഇനി AB എന്ന് പറയുന്ന സെഗ്മെൻറ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ΔW ആണ്. ഈ AB എന്ന് പറയുന്ന സെഗ്മെൻറ്റിൻ്റെ അതേ ഡയറക്ഷനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് E1T ആണ്. അല്ല, ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് E1T എന്ന് പറയുന്നത് ബൗണ്ടറിക്ക് പാരലലാണ്. അത് ABയുടെ അതേ ഡയറക്ഷനിലാണ്. ആൻഡ് AB എന്ന് പറയുന്ന സെഗ്മെൻറ്റ് ഡൈഇലക്ട്രിക് 1ലുമാണ്. സോ ഈ സെഗ്മെൻറ്റിൽ AB എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ വെക്റ്റർ E.dl എന്ന് പറയുന്നത് ആ സെഗ്മെൻറ്റിൻ്റെ ലെങ്ത്ത്, അതായത് ΔW ഇൻറ്റു ആ സെഗ്മെൻറ്റിൻ്റെ അതേ ഡയറക്ഷനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? E1T ആണ്. അപ്പോൾ E1T ഇൻറ്റു ΔW ചെയ്യുന്നത് എന്ന് പറയുന്നതും E.dl എന്ന് പറയുന്നതും ഈക്വലാണ്. സോ നമ്മുടെ സെഗ്മെൻറ്റ് എടുക്കുകയാണെന്ന് വെച്ചാൽ AB എന്ന് പറയുന്ന സെഗ്മെൻറ്റ് നിങ്ങൾ നോക്കുക. അപ്പോൾ ആ AB എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ E.dlൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ആ സെഗ്മെൻറ്റിൻ്റെ ലെങ്ത് ആണ് എന്ത്? DLന് പകരം നമുക്ക് എന്ത് എഴുതാം? ΔW എന്ന് എഴുതാം. ഈ ΔWയുടെ അതേ ഡയറക്ഷനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? E1T ആണ്. സോ E1T ഇൻറ്റു ΔW എന്ന് പറയാം. ഇനി സെഗ്മെൻറ്റ് BC എടുക്കുകയാണെന്ന് വെച്ചാൽ അവിടെ എന്താണ് E.dl എന്ന് നോക്കാം. സെഗ്മെൻറ്റ് BC എന്ന് പറയുന്നത് 2 മീഡിയത്തിലും കൂടിയിട്ടാണുള്ളത്. സോ അതിൻ്റെ പകുതി ഭാഗത്ത് ഫസ്റ്റ് മീഡിയവും പകുതി ഭാഗത്ത് സെക്കൻഡ് മീഡിയം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ BCയുടെ പകുതി ഭാഗം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്ന് വെച്ചാൽ അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് E1n ആണ്. E1 എന്ന് പറയുന്നതാണ് ഇലക്ട്രിക് ഫീൽഡ് 1ൻ്റെ നോർമൽ കമ്പോണൻറ്റ്. അത് BCയുടെ പകുതി ഭാഗത്തേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് E.dlൻ്റെ ഇക്വേഷനിൽ E1n ഇൻറ്റു ΔH/2. ΔH/2 എന്ന് പറയുന്നത് എന്താണ്? ആ സെഗ്മെൻറ്റ് BC സെഗ്മെൻറ്റിൻ്റെ പകുതി. ടോട്ടൽ ലെങ്ത് ΔH ആണ്. സോ ΔH/2 ഇൻറ്റു E1n പ്ലസ് ഇനി ബാക്കി പകുതി ഭാഗം എന്ന് പറയുന്നത് ഡൈഇലക്ട്രിക് 2ലാണ്. ഡൈഇലക്ട്രിക് 2ൽ BC സെഗ്മെൻറ്റിൻ്റെ ഡയറക്ഷനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് E2n ആണ്. സോ E2n ഇൻറ്റു ΔH/2. സോ ഫോർ സെഗ്മെൻറ്റ് BC E.dl എന്ന് പറയുന്നത് എന്താണ്? E1n ഇൻറ്റു ΔH/2 പ്ലസ് E2n ഇൻറ്റു ΔH/2 ആണ്. ഇനി ഇതേപോലെ തന്നെ അടുത്ത സെഗ്മെൻറ്റ്, അടുത്ത ഭാഗം നോക്കുക. CD എന്ന് പറയുന്ന സെഗ്മെൻറ്റ് നോക്കുക. അവിടെ E.dl എന്ത് ചെയ്യുമായിരിക്കും? E2T ഇൻറ്റു ΔW.
ഇ ടു ടി സി ഡി എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇ ടു ടി അല്ല, മൈനസ് ഇ ടു ടി ഇൻറ്റു ഡെൽറ്റ ഡബ്ല്യു ആണ് വരും. മൈനസ് ഇ ടു ടി ബൈ ഡെൽറ്റ ഡബ്ല്യു. കാരണം എന്താണ്? ഇപ്പോൾ സി ഡി എന്ന് പറയുന്ന സെഗ്മെൻറ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഡെൽറ്റ ഡബ്ല്യു ആണ്. ദെൻ സി ഡിയുടെ ഡയറക്ഷൻ, ശരിക്കും പറഞ്ഞാൽ സി ഡിയുടെ ഡയറക്ഷനിൽ ഉള്ള കമ്പോണൻറ്റ് ഇലക്ട്രിക് ഫീൽഡ്, സി ഡി എന്ന് പറയുന്ന സെഗ്മെൻറ്റ് മീഡിയം 2-ലാണ്. സോ അവിടെ സി ഡിയുടെ ഡയറക്ഷനിലൊരു കമ്പോണൻ്റ് ഇല്ല, പക്ഷേ സി ഡിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്തുള്ളത്, ഇ ടു ടി ഉള്ളത്, ടാൻജൻഷ്യൽ കമ്പോണൻ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് 2. സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇ ഡോട്ട് ഡി എൽ എന്ത് വരും? മൈനസ് ഇ ടു ടി ഇൻറ്റു ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയും. മൈനസ് ഇ ടു ടി, അപ്പോൾ ഒരു മൈനസ് ഉണ്ട്, അത് അതിൽ മിസ്റ്റേക്കാണ്. ഇനി അതേപോലെ സെഗ്മെൻറ്റ് ഡി എ എന്ന് പറയുന്ന സെഗ്മെൻറ്റ് 2 മീഡിയത്തിലുമാണ്. അപ്പോൾ ഡി എന്ന് പറയുന്ന സെഗ്മെൻറ്റിൻ്റെ പകുതി ഭാഗം മീഡിയം 2-ലും പകുതി ഭാഗം മീഡിയം 1-ലും ഉണ്ട്. അതേപോലെ തന്നെ ഈ സെഗ്മെൻറ്റിൻ്റെ ഡി എ എന്ന് പറയുന്ന സെഗ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ ഡിന്ന് എയിലേക്കാണ്. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് E1n ആയാലും E2n ആയാലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ ഡി എ എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ ഇ ഡോട്ട് ഡി എൽ എന്ന് പറയുന്നത് എന്താവും? മൈനസ് E2n ഇൻറ്റു ഡെൽറ്റ എച്ച് ബൈ 2. മൈനസ് E2n E2nൻ്റെ ഡയറക്ഷൻ ഡി എയുടെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്, അതുകൊണ്ടാണ് മൈനസ് എടുത്തത്. മൈനസ് E2n ഡെൽറ്റ എച്ച് ബൈ 2 എന്നോട് പറയാൻ കാരണം എന്താണ്? ഡി എ എന്ന് പറയുന്ന സെഗ്മെൻറ്റിൻ്റെ പകുതി ഭാഗമാണ് മീഡിയം 2-ലുള്ളത്, അതുകൊണ്ട് അത് ഡെൽറ്റ എച്ച് ബൈ 2 എടുത്തു. തന്നെ അതേപോലെ തന്നെ അടുത്ത മീഡിയത്തിൽ എന്താണ്? മൈനസ് E1n ഉണ്ട് ഇൻറ്റു ഡെൽറ്റ എച്ച് ബൈ 2. അങ്ങനെ ഇ ഡോട്ട് ഡി എൽ. സോ നമ്മൾ എ ബി സി ഡി എന്ന് പറയുന്ന ലൂപ്പിൻ്റെ പല ഭാഗത്തും ഇ ഡോട്ട് ഡി എല്ലുകൾ എടുത്തു. സോ നമുക്കെന്ത് പറയാം? എ ബിയുടെ ഭാഗത്ത് കണ്ടുപിടിച്ചു, ബി സിയുടെ ഭാഗത്ത് കണ്ടുപിടിച്ചു, സി ഡി ആൻഡ് ഡി എ. സോ ഇൻ ക്ലോസ്ഡ് പാത്ത് എ ബി സി ഡിയിൽ ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ 0 ആണ്. സോ ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എല്ലിനെ നമുക്ക് ഓരോ സെഗ്മെൻറ്റിലും നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് അതെല്ലാം കൂടി ആഡ് ചെയ്യാം. സോ അത് സെക്കൻഡ് ഇക്വേഷൻ വരും. അപ്പോൾ ആ ഇക്വേഷനിൽ കുറേ സാധനങ്ങൾ പരസ്പരം ക്യാൻസൽ ചെയ്യും. ബാക്കിയുള്ളത് എന്താണ്? E1t മൈനസ് E2t ഇൻറ്റു ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ E1t മൈനസ് E2t ഈക്വൽ ടു 0. അതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? E1t ഈക്വൽ ടു E2t. അതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്സ് ഇൻ ദ ബൗണ്ടറി ഓഫ് 2 ഡിഫറെൻറ്റ് മെറ്റീരിയൽ വിൽ ബി സെയിം അല്ലേ? E1t എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് 1 ആണ്. E2t എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ. ഇതിൽ ബോത്തും രണ്ടും എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ ഇതാണ് ഫസ്റ്റത്തെ നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻ പറയുന്നത്. സോ ഒരു ഇലക്ട്രിക് ഫീൽഡ്, ഒരു മീഡിയത്തിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് നമുക്കറിയാമെങ്കിൽ സെക്കൻഡ് മീഡിയത്തിലുള്ള ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് സെയിം ആയിരിക്കും. ഇതിനെ തന്നെ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് ടാൻജൻഷ്യൽ കമ്പോണൻറ്റ്സ് ആർ കണ്ടിന്യൂസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. വേറെ കണ്ടിന്യൂസ്, രണ്ടും ഈക്വൽ ആണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് എന്ന് പറയും. സോ ഈ ഇക്വേഷനിൽ നിന്ന് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ ടാൻജൻഷ്യൽ കമ്പോണൻറ്റിൻ്റെ ഒരു ഇക്വേഷൻ കൂടി എഴുതാൻ പറ്റും. നമുക്കറിയാം ഡി ഈസ് ഈക്വൽ ടു ഇപ്സിലോൺ 0 ഇപ്സിലോൺ ആർ ഇ ആണ്. സോ ഇക്ക് പകരം നമുക്ക് ഡി ബൈ ഇപ്സിലോൺ എന്ന് എഴുതാം. അപ്പോൾ E1t പകരം നമുക്ക് എന്ത് എഴുതാം? D1t ബൈ ഇപ്സിലോൺ 1 എന്ന് എഴുതാം. ഈക്വൽ ടു E2t പകരം എന്ത് എഴുതാം? D2t ബൈ ഇപ്സിലോൺ 2 എന്ന് എഴുതാം. സോ അങ്ങനെ ഒരു പുതിയൊരു ഇക്വേഷനും നമുക്ക് എഴുതാൻ പറ്റും. അത് നമ്മുടെ നോട്ടിൽ എഴുതിയിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ അടുത്തതായിട്ട് ബൗണ്ടറിയിൽ ഗോസ് ലോ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു റിലേഷൻ കൂടിയും കിട്ടും. സോ ഗോസ് ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഗോഷ്യൻ സർഫസ് നമ്മൾ അസ്യൂം ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് ഒരു സിലിണ്ടറിക്കൽ സർഫസാണ്. ആ സിലിണ്ടറിക്കൽ സർഫസിൻ്റെ ടോപ്പും ബോട്ടും സർഫസിൻ്റെ ഏരിയ ഡെൽറ്റ S1 എന്ന് അസ്യൂം ചെയ്യുകയാണ്. അതേപോലെ സൈഡ് സർഫസിൻ്റെ ഏരിയ ഡെൽറ്റ S2 എന്നും നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ഈ സിലിണ്ടറിക്കൽ സർഫസിൻ്റെ പ്രത്യേകത വെച്ചാൽ വളരെ ചെറിയൊരു സർഫസാണ്. ഇനി ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ലൈൻസും അല്ലെങ്കിൽ എല്ലാ ഫീൽഡ്സും ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ ടേംസിലാണ് കൊടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ഉണ്ടാവുക. അപ്പോൾ ഈ E1ൻ്റെ അതേ ഡയറക്ഷനിലാണ് D1 ഉണ്ടാവുക, E2ൻ്റെ അതേ ഡയറക്ഷനിലാണ് D2 ഉണ്ടാവുക. ഈ
D1-ന് രണ്ട് കമ്പോണൻസ് ഉണ്ട്, ടാൻജൻഷ്യൽ കമ്പോണൻസ് D1T ആൻഡ് നോർമൽ കമ്പോണൻറ്റ് D1N. അതേപോലെ D2-ന് രണ്ട് കമ്പോണൻ്റ് ഉണ്ട്, D2T ഈസ് ദ ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് ആൻഡ് D2N ഈസ് ദ നോർമൽ കമ്പോണൻറ്റ്. ഇനി ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗോഷ്യൻ സർഫസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗോസ് ലോ അപ്ലൈ ചെയ്യുന്നത്. സോ ഗോസ് ലോ എന്താണ്, ഇൻ്റഗ്രൽ ഓവർ ദ ക്ലോസ് സർഫസ് D.ds ഈസ് ഈക്വൽ ടു ചാർജ് എൻക്ലോസ്ഡ് ഇൻ ദാറ്റ് സർഫസ്. സോ നമ്മുടെ ലെഫ്റ്റ് സൈഡിലത്തെ ഇൻ്റഗ്രൽ D.ds നമ്മൾ നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള ഗോഷ്യൻ സർഫസിൽ അപ്ലൈ ചെയ്യണം. ഇൻ്റഗ്രൽ D.ds എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഫ്ലക്സ് കമ്മിങ് ഔട്ട് ഓഫ് ദ ക്ലോസ് സർഫസ് ആണ്. സോ ഈ സിലിണ്ടറിക്കൽ സർഫസിൻ്റെ എല്ലാ സർഫസിൽ കൂടിയും പുറത്തേക്ക് വരുന്ന ടോട്ടൽ ഫ്ലക്സ് ആണ് നമ്മൾ ആ ഇൻ്റഗ്രൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ടോപ്പ് സർഫസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് മനസ്സിലാവും ആ സർഫസിൻ്റെ ഏരിയ ΔS1 ആണ്. അവിടെ നിന്ന് ഒരു ഫ്ലക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് പുറത്തേക്ക് വരുന്നിട്ടുണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡിന് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ ടേംസിലാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ആ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് D2N ആണ്. സോ ഫ്ലക്സ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ ഫ്ലക്സ് കിട്ടും. സോ ടോപ്പ് സർഫസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് ഫ്ലക്സ് ഡെൻസിറ്റി D2N ഇൻറ്റു ടോപ്പ് സർഫസിൻ്റെ ഏരിയ ΔS1 ആണ്. അപ്പോൾ D2N ഇൻറ്റു ΔS1 ഈസ് ദ ടോട്ടൽ ഫ്ലക്സ് ദാറ്റ് ഈസ് കമ്മിങ് ഔട്ട് ഓഫ് ദ സർഫസ് ΔS1. ഇനി ഇതേപോലെ തന്നെ അടിയിലും ഒരു സർഫസ് ഉണ്ട്, അതിൻ്റെ ഏരിയ ΔS1 തന്നെയാണ്. പക്ഷെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയ നമ്മുടെ ഫസ്റ്റ് മീഡിയത്തിലാണ്. അവിടെ ഫ്ലക്സ് എന്ന് പറയുന്നത് ആ ഏരിയയുടെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. ആ എൻ്റർ ചെയ്യുന്ന ഫ്ലക്സ് D1N ആണ്. ടോപ്പ് സർഫസിൽ ഫ്ലക്സ് പുറത്തേക്ക് പോവുകയാണ്, അത് ഫ്ലക്സ് ഡെൻസിറ്റി ആയിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തു. D2N അത് പുറത്തേക്ക് പോവുകയാണ്. സോ D2N ഇൻറ്റു ΔS1 പുറത്തേക്ക് പോകുന്ന ഫ്ലക്സ് കിട്ടും. അതേപോലെ തന്നെ അടിയിലത്തെ ഏരിയ ΔS1 ആണ്, പക്ഷെ അവിടെ ഫ്ലക്സ് എൻ്റർ ചെയ്യുകയാണ്. സോ D1N ഇൻറ്റു ΔS1 എന്ന് പറയുന്നത് അടിയിലത്തെ സർഫസിൽ കൂടെ എൻ്റർ ചെയ്യുന്ന ഫ്ലക്സ് ആണ്. സോ എൻ്റർ ചെയ്യുന്ന ഫ്ലക്സിനെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ടോട്ടൽ ഫ്ലക്സ് ദാറ്റ് ഈസ് ഗോയിങ് ഔട്ട് ഓഫ് ദ സർഫസ് ആണ്. സോ ഇത് എൻ്റർ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഔട്ട് ഓഫ് ദ സർഫസ് വേണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു മൈനസ് സൈനും കൂടി നമ്മൾ കൊടുക്കും. അപ്പോൾ നിങ്ങൾ അടുത്ത ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ D.ds ഫസ്റ്റ് ഏറ്റവും ടോപ്പ് സർഫസിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഫ്ലക്സ് D1N ഇൻറ്റു ΔS1 ആണ്. നെക്സ്റ്റ് രണ്ട് ടേം നമ്മൾ സൈഡ് സർഫസിലത്തെ ടോട്ടൽ ഫ്ലക്സ് ആണ്. ലാസ്റ്റ് കണ്ടോ D2N ഇൻറ്റു ΔS1 അതെന്ന് പറയുന്നത് അടിയിലത്തെ സർഫസിൽ കൂടെ നമ്മുടെ ഗോഷ്യൻ സർഫസിലേക്ക് എൻ്റർ ചെയ്യുന്ന ഫ്ലക്സ് ആയതുകൊണ്ടാണ് മൈനസ് സൈൻ കാണിച്ചത്. ഇനി സൈഡ് സർഫസുകൾ നോക്കുകയാണെങ്കിൽ സൈഡ് സർഫസ് എന്ന് പറയുന്നതിൻ്റെ പകുതി ഭാഗം നമ്മുടെ ബൗണ്ടറിക്ക് അടിയിലും, അതായത് മീഡിയം 1-ലും, പകുതി ഭാഗം മീഡിയം 2-ലുമാണ്. അപ്പോൾ ഈ സൈഡ് സർഫസിന് പാരലൽ അല്ലെങ്കിൽ സൈഡ് സർഫസിൽ കൂടെ പുറത്തേക്ക് പോകുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്, D2Tയും അതേപോലെ D1Tയും ആണ്. D1T എന്ന് പറയുന്ന ഫ്ലക്സ് മീഡിയം 1-ൽ കൂടെ സൈഡ് സർഫസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഫ്ലക്സും, D2T എന്ന് പറയുന്നത് മീഡിയം 2-ൽ കൂടെ സൈഡ് സർഫസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഫ്ലക്സുമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ D2T ആയാലും D1T ആയാലും ഒരു സൈഡിൽ കൂടെ, സൈഡ് സർഫസിൻ്റെ ഒരു സൈഡിൽ കൂടെ എൻ്റർ ചെയ്യുന്നു, മറ്റേ സൈഡിൽ കൂടെ പുറത്തേക്ക് പോകുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഇക്വേഷനിൽ ഏറ്റവും ലാസ്റ്റത്തെ ഇക്വേഷൻ നോക്കുക, അതിൽ സെക്കൻഡ് ടേമും തേർഡ് ടേമും റെപ്രസെൻ്റ് ചെയ്യുന്നത് സൈഡ് സർഫസിൽ കൂടെ ഉള്ള ടോട്ടൽ ഫ്ലക്സാണ്. പക്ഷേ ഈ സൈഡ് സർഫസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സ് ഒരു സൈഡിൽ കൂടെ എൻ്റർ ചെയ്യും, ആ സെയിം ഫ്ലക്സിൻ്റെ അടുത്ത ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ എന്ത് ചെയ്യും, ലീവ് ചെയ്യും. സോ സൈഡ് സർഫസിൽ കൂടെ ഉള്ള ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് D1T ഇൻറ്റു ΔS2/2 പ്ലസ് D2T ഇൻറ്റു ΔS2/2 എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ അതാണ് ഇപ്പോൾ എഴുതി കാണിച്ചത്. ഇൻ ദ സൈഡ് സർഫസ് ടോട്ടൽ ഫ്ലക്സ് കമ്മിങ് ഔട്ട് ഓഫ് ദ സർഫസ് ഈസ് 0. സോ D1T ഇൻറ്റു ΔS2/2 പ്ലസ് D2T ഇൻറ്റു ΔS2/2 എന്താവും, 0 ആവും. സോ ഇൻ്റഗ്രൽ D.ds എന്താവും, ടോപ്പ് സർഫസിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഫ്ലക്സ് D1N ഇൻറ്റു ΔS1, അതേപോലെ ടോട്ടൽ മൈനസ് ദ ഫ്ലക്സ് എൻറ്ററിങ് ഇൻ ടു ദ ഗോഷ്യൻ സർഫസ് ത്രൂ ദ ലോവർ സർഫസ്, അതാണ് മൈനസ് D2N ഇൻറ്റു ΔS1 എന്ന് വരും. ഈ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്, ചാർജ് എൻക്ലോസ്ഡ് ഇൻ ദിസ് ഗോഷ്യൻ സർഫസ്. ഇനി ചാർജ് എൻക്ലോസ്ഡ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ
ആ സിലിണ്ടറിക്കൽ സർഫസ്, നമ്മുടെ സിലിണ്ടറിക്കൽ സർഫസ് എടുക്കുകയാണെങ്കിൽ ഈ സിലിണ്ടറിക്കൽ സർഫസ് എന്ന് പറയുന്നത് ബൗണ്ടറീനെ എൻക്ലോസ് ചെയ്യുന്നുണ്ട്. ആ ബൗണ്ടറിയിൽ ഇപ്പോൾ സപ്പോസ് ബൗണ്ടറി നമ്മളൊരു ലൈനായിട്ടാണ് കാണിച്ചിരുന്നത്, ശരിക്കും അതെന്താണ്, രണ്ട് മീഡിയത്തിൻ്റെ ഇടയിലുള്ള ഒരു പ്ലെയിനാണ്. ആ പ്ലെയിനിൽ ചാർജ് ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം. അപ്പോൾ ചാർജ് ഉണ്ടെങ്കിൽ നമ്മൾ അതൊരു ചാർജ് ഡെൻസിറ്റി ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യും. ഇപ്പോൾ രണ്ട് മീഡിയത്തിൻ്റെ ഇടയിലുണ്ടാവുന്ന ആ ബൗണ്ടറി എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ ആയിരിക്കും. ആ പ്ലെയിനിലായതുകൊണ്ട് ചാർജ് ഡെൻസിറ്റിനെ നമ്മൾ സർഫസ് ചാർജ് ഡെൻസിറ്റി ρs കൊണ്ട് ഡിനോട്ട് ചെയ്യും. സോ ബൗണ്ടറിയിൽ ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ചാർജിനെ ചാർജ് ഡെൻസിറ്റി ρs ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഈ ബൗണ്ടറിയിലുള്ള ചാർജ് എന്തായിരിക്കും, അല്ലെങ്കിൽ ഈ ഗോഷ്യൻ സർഫസിനുള്ളിലുള്ള ചാർജ് എന്തായിരിക്കും? ഗോഷ്യൻ സർഫസിൻ്റെ ഏരിയ, ടോപ്പ് സർഫസിൻ്റെ ഏരിയ എന്താണ്? Δs1 ആണ്. അതേ ഏരിയ തന്നെയാണ് ബൗണ്ടറിയിൽ ഈ ഗോഷ്യൻ സർഫസ് കവർ ചെയ്യുക. സോ ഈ ഗോഷ്യൻ സർഫസിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ചാർജ് എന്ന് പറയുന്നത് സർഫസ് ചാർജ് ഡെൻസിറ്റി ρs × Δs1 ആയിരിക്കും. അതാണ് ഇവിടെ ചാർജ് എൻക്ലോസ്ഡ് കൊണ്ട് ഇവിടെ ചാർജ് എൻക്ലോസ്ഡ് ഇവിടെ കാണിക്കുന്നത് എന്താണ്? ρs × Δs1 ആയിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദസ് ഗോസ് ലോ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം? d1n × Δs1 - d2n × Δs1 ഈക്വൽ ടു എന്ത് എഴുതാം? ρs × Δs1 എന്ന് എഴുതാം. സോ എല്ലാത്തിൽ നിന്നും Δs1 ക്യാൻസൽ ചെയ്ത് പോകും. d1n - d2n ഈക്വൽ ടു ρs എന്ന് എഴുതാം. d1n - d2n ഈസ് ഈക്വൽ ടു ρs എന്ന് എഴുതാം. സോ ഇനിയിപ്പോൾ സപ്പോസ് ആ ബൗണ്ടറിയിൽ ചാർജസ് ഒന്നും ഇല്ലെങ്കിൽ റോയ്സിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ d1n ഈസ് ഈക്വൽ ടു d2n എന്ന് എഴുതാം. സോ ഇത്രയാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് d1n ഈസ് ഈക്വൽ ടു d2n. ഇപ്പോൾ രണ്ട് റിലേഷൻസ് ആണ് നമുക്ക് ബൗണ്ടറി കണ്ടീഷൻസിൽ കിട്ടുക. മെയിനായിട്ട് ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കിർച്ചോഫ് ലോൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ, ഇൻ്റഗ്രൽ ഓവർ ദ ക്ലോസ് ലൂപ്പ് E.dl ഈസ് ഈക്വൽ ടു 0. ആ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഒരു റിലേഷൻ കിട്ടും. അതായത് ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്സ് ആർ ഈക്വൽ E1t ഈസ് ഈക്വൽ ടു E2t. അതേപോലെ ഗോസ് ലോ കൂടി അപ്ലൈ ചെയ്യും. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? d1n ഈസ് ഈക്വൽ ടു d2n. സോ നോർമൽ കമ്പോണൻറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി വെക്റ്റർ ഇൻ ദ ടു മീഡിയം വിൽ ബി സെയിം. അതാണ് d1n ഈസ് ഈക്വൽ ടു d2n. ഈ d1നെ വേണമെങ്കിൽ നമുക്ക് ഇപ്സിലോൺ r1 × E1 എന്ന് എഴുതാം. അതേപോലെ d2n-നെ നമുക്ക് ഇപ്സിലോൺ r × E2 എന്ന് എഴുതാം. സോ നമുക്ക് രണ്ട് റിലേഷൻസ് കിട്ടി. ഈ സെയിം കാര്യം തന്നെയാണ് ഞാൻ നോട്ട്സായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് നോക്കാം.